നമസ്കാരം. ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ വർഷത്തിൽ 12 മാസമുള്ളതിൽ ഒരു മാസക്കാലം നമുക്ക് മലപ്പുറത്ത് ചെന്നാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ BJPയുടെ ഒരു നേതാവ് പറയുകയുണ്ടായി. വളരെ ബഹുമാനത്തോട് തന്നെ ശ്രീ സുരേന്ദ്രൻ സാറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ റമദാൻ മാസത്തിലാണ് അദ്ദേഹം തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിനെ ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായം താമസിക്കുന്ന പ്രദേശത്ത് ഈ ഒരു മാസക്കാലം അവർ നോമ്പെടുക്കും. എല്ലാ മുസ്ലിങ്ങളും ഈ റമദാൻ മാസത്തിൽ നോമ്പെടുക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ ആ ഒരു മാസക്കാലം ആര് ചെന്നാലും പച്ചവെള്ളം പോലും കിട്ടത്തില്ല. അതെന്തൊരു ഫാസിസ്റ്റ് നടപടിയാണിതെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ പറഞ്ഞത്. ഇന്നലെ വളരെ യാദൃച്ഛികമായ ന്യൂസ് കേൾക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അതിന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അന്നേരം സമയം കിട്ടിയില്ല. ഞാൻ ഒറ്റ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു മാസം, അതായത് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ട്, ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് 35 വയസ്സ് കഴിഞ്ഞു. ഈ 35 വർഷമായിട്ട് ഇതുവരെയും മലപ്പുറത്ത് റമദാൻ മാസത്തിൽ പോയ മുസ്ലിം ആയിട്ടുള്ളവരോ അതല്ലാത്തവരോ, കാരണം എല്ലാ മുസ്ലിമുകളും ആരോഗ്യ പ്രശ്നങ്ങളാൽ നോമ്പെടുക്കാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അല്ലാതെ മുസ്ലിമുകളോ അല്ലാതെ ഏത് ഇതര മതസ്ഥരിൽപ്പെട്ട സഹോദരങ്ങൾ ആര് മലപ്പുറത്ത് പോയിട്ടും വെള്ളം പോലും കിട്ടിയിട്ടില്ല, അവിടെ പോയി പട്ടിണി കിടന്നു റമദാൻ മാസം മുഴുവനും ഒന്നും ആര് പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്ക് അറിവുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മലപ്പുറത്ത് ജനസംഖ്യയുടെ കഴിഞ്ഞ ലിസ്റ്റ് ഒന്നെടുത്ത് ദയവായിട്ട് സാറൊന്ന് നോക്കണം. അപ്പം അതിനകത്ത് എത്ര ഹിന്ദുക്കളുണ്ട്, എത്ര ക്രിസ്ത്യൻസ് ഉണ്ട്, എത്ര മുസ്ലിംസ് ഉണ്ടെന്ന് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ മുസ്ലിമുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മാസക്കാലം ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് ചിലപ്പം അവർ ആ നോമ്പ് എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പം പകൽ ചില ഹോട്ടലുകൾ തുറക്കില്ല. അത് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഹോട്ടൽ മാത്രമേ ഉള്ളൂ തുറക്കാത്തത്. എത്രയോ ഹിന്ദുക്കൾ അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. സാർ അവിടെ പോയിട്ടുണ്ടോ? സാർ അവിടെ അന്വേഷിച്ചിട്ടുണ്ടോ? വെറുതെ ഗൂഗിൾ മാപ്പ് എടുത്തൊന്ന് അടിച്ചു നോക്കിക്കേ. വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും കിട്ടുന്ന മലപ്പുറത്തെ ഏതൊക്കെ കടകളുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ലിസ്റ്റ് വരും. അത് ഏതൊക്കെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് ലിസ്റ്റ് വരും. അപ്പം ആ ഒരു മാസവും കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ നിലവിൽ വന്നിട്ട് സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ അവിടെ ഒരു റമദാൻ മാസക്കാലത്ത് ഭക്ഷണം പോലും കിട്ടത്തില്ലെന്ന് പറയുന്നത്, വെള്ളം പോലും കിട്ടത്തില്ലെന്ന്, കുടിക്കാൻ വെള്ളം പോലും കിട്ടത്തില്ലെന്ന് പറയുന്നത് കഷ്ടമുണ്ട് സാറ്, കഷ്ടമുണ്ട്. നിങ്ങളെപ്പോലെ ഒരു പാർട്ടിയുടെ വളരെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിന്റെ ഏറ്റവും തലപ്പത്തൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ കേരളമാണ്. ആശയപരമായി രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷേ താങ്കളുടെ മതം വേറെ, എൻ്റെ മതം വേറെ, താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വേറെ, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വേറെ, അങ്ങനെയാണ് എല്ലാവരും. പക്ഷേ എങ്കിലും കോമൺ ആയിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും കേരളീയരാണ്. നമ്മൾ ഈ മതസൗഹാർദ്ദം എല്ലാം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതായത് ഈ റമദാൻ മാസക്കാലം, ഈ നോമ്പ് കാലത്ത് ആരൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, പിന്നെ നോമ്പ് മുറിക്കാൻ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും പെരുന്നാളിന് ഷെയർ ചെയ്യുന്നത്, എന്തെല്ലാം വീഡിയോകളും അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ അതെടുത്ത് ഇടുകയും മറ്റേ പുതുതലമുറയ്ക്ക് അത് നമ്മുടെ ആ ഒരു സാഹോദര്യവും നമ്മളൊക്കെ ആ ഇടപഴന്ന് വളർന്നൊരു രീതിയും പുതിയ തലമുറയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് യൂട്യൂബർമാരൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന കാണുന്നുണ്ടായി. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറകളൊക്കെ ഈ വീഡിയോ കാണണം, നമ്മുടെ നാട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്ന്. അതിപ്പം ശബരിമലയിൽ മണ്ഡലകാലം വരുമ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കടകൾ നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവരവിടെ ഒരിക്കലും നോൺ വെജ് ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്യത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ എനിക്കറിയാവുന്ന എത്രയോ മുസ്ലിങ്ങളുടെ കടയിൽ ഈ ശബരിമലയിലെ വൃശ്ചികമാസം ആ 41 ദിവസം അവരാരും നോൺ വെജ് ഉണ്ടാക്കില്ല. കാരണം അവിടെ ഒരുപാട് അയ്യപ്പന്മാർ വന്ന് ഭക്ഷണം കഴിക്കുന്നതായതുകൊണ്ട് അവരത് നോൺ വെജ് അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് ഉണ്ടാക്കുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരാരും അത് ചെയ്യാത്തത്. അങ്ങനെ എല്ലാവരുടെയും, ഇപ്പം നമ്മുടെ നോമ്പായാലും അവരുടെ ശബരിമല സീസൺ ആയാലും അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻസിന്റെ വേറെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളായാലും ഇതെല്ലാം അറിഞ്ഞ് പരസ്പരം ഒരു ബഹുമാനത്തോടു കൂടിയും ഒരു സഹകരണത്തോടു കൂടിയും നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ കേരളത്തിലുള്ളവർ. സാർ അതുകൊണ്ട് ദയവായിട്ട് സാർ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ദയവായിട്ട് പിൻവലിക്കണം, ദയവായിട്ട് ഒഴിവാക്കണം. നമ്മുടെ വരും തലമുറയ്ക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടാവാം, ആയിക്കോട്ടെ, സ്വാഭാവികം, മനുഷ്യരാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ആദർശങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, മനുഷ്യരാണ്, തീർച്ചയായിട്ടും ഉണ്ടാവണം, അത് ഉണ്ടാവുകയും വേണം.
പക്ഷേ അതൊരു മറ്റുള്ളൊരു മതത്തിനെ വ്രണപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ വ്രണപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യരുതെന്ന് വിചാരിച്ചു വേണം നമ്മൾ ഓരോ പ്രസ്താവനയും നടത്താൻ. സാർ ഇത് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യമല്ല, ഒരു സമുദായത്തെ മുഴുവനാണ് സാർ ആക്ഷേപിക്കുന്നത്. ഒരു സമുദായത്തെ മുഴുവൻ സാറ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ റമദാൻ മാസത്തിൽ നോമ്പെടുത്തിരിക്കുക. ഒരു നോമ്പില്ലാത്ത ഒരാൾ എന്നോട് വന്നൊരു ഭക്ഷണമോ വെള്ളമോ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കൊടുക്കാതിരിക്കില്ല. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ പകല് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കില്ല, എങ്കിൽ പോലും അവിടെ എന്തുണ്ടെങ്കിലും നമ്മളെടുത്ത് കൊടുക്കും. അതേസമയം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചില്ല വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പായിരിക്കും എന്ന് കരുതി അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കരുതെന്ന് നമുക്കിവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് നോമ്പെടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങി ഒരുപാട് കഠിന ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ ഒരു മാസം മിക്കവരും പല ജോലികളിൽ നിന്നും വിട്ടു നിൽക്കും. അതിന്റെ ഫലമായിട്ടാണ് ഈ പകൽ സമയങ്ങളിൽ ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കാത്തത്. നോമ്പെടുത്തിരിക്കുന്നവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയും അത് സെർവ് ചെയ്യുകയും അവിടെ ക്ലീൻ ചെയ്യുകയും അത്രയും ബുദ്ധിമുട്ടുള്ള കഠിന ജോലികളെല്ലാം അത് കുറച്ച് പ്രയാസമുള്ളതുമാണ്. അതുപോലെ തന്നെ നമ്മൾ വിശന്ന് ഉച്ചയോടൊക്കെ ആകുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് വിശപ്പ് വരും. അപ്പം നമ്മൾ ആ ഭക്ഷണത്തിന്റെ ഇടയിൽ തന്നെ കിടന്ന് വരവുന്നത് നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് പല മുസ്ലിങ്ങളും കടകൾ തുറക്കാത്തത്. പക്ഷേ അത് ഈവനിങ്ങിൽ തുറക്കുമല്ലോ. എത്രയോ ഹിന്ദു സഹോദരങ്ങൾ മലപ്പുറത്ത് കട നടത്തുന്നുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. വെജിറ്റേറിയനും കിട്ടും, നോൺ വെജിറ്റേറിയനും കിട്ടും. സാർ ദയവായിട്ട് മലപ്പുറത്തേക്കൊക്കെ ഒന്ന് പോകണം വല്ലപ്പോഴും. പോയിട്ട് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം സാർ ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെ ദയവായിട്ട് ഇറങ്ങാൻ എന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അറിയിക്കുന്നു.